കേരള വിഷൻ ന്യൂസിന്റെ ചർച്ചയ്ക്ക് ശേഷം ഹർഷിനയ്ക്ക് ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് യുവതിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്നും. റിയാസ്, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഹർഷിന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നൊരു സന്ദർഭമാണ് ഉള്ളത്. അവർക്കിപ്പോഴും നീതി ലഭിക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹർഷിനയുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും പ്രധാനമായും ചോദിക്കട്ടെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഭദ്ര, ഞാനിപ്പോൾ ഉള്ളത് ഹർഷിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കോഴിക്കോട് ചർച്ച് ആശുപത്രിക്ക് മുൻപിലാണ്. ഞങ്ങൾ ഇപ്പോൾ അവിടെ ഹർഷിനെ പോയി കാണുകയും ഹർഷിനയുടെ ആരോഗ്യ നില സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. ഹർഷിനയുടെ ഭർത്താവ് അഷ്റഫ്, 5 വയസ്സുള്ള മകൻ ഫരീഖ് അടക്കമുള്ളവർ അവിടെ ആശുപത്രിയിലുണ്ട്. അവരടക്കമാണ് നമ്മുടെ ചാനൽ ചർച്ചയിലേക്ക് വന്നത്. അവർ കഴിഞ്ഞ 16 ദിവസമായി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ഇരിക്കുകയാണ്. ആ സമരപ്പന്തലിൽ നിന്ന് സമരം കഴിഞ്ഞതിന് ശേഷം അവർ നേരെ വന്നത് കേരള വിഷൻ ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോയിലെ സ്റ്റുഡിയോയിലേക്കാണ്. കാരണം അവർ നീതി തേടി നടത്തുന്ന ഈ സമരത്തിന് അങ്ങനെയെങ്കിലും ഒരു പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ശാരീരിക അസ്വസ്ഥതകളെല്ലാം വകവെക്കാതെ സ്റ്റുഡിയോയിൽ എത്തിയത്. സ്റ്റുഡിയോയിൽ എത്തുന്ന സമയത്ത് തന്നെ അവർ വലിയ തോതിലുള്ള ശാരീരിക അസ്വസ്ഥത അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ നമ്മുടെ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ടുള്ള വിബിഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം തന്നെ അവർക്ക് മറ്റ് ചൂടുവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് നൽകി. തുടർന്നാണ് അവർ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയ്ക്കിടെയാണ് അവർക്ക് പൊടുന്നനെ ശാരീരിക അവശത അനുഭവപ്പെടുകയും പിന്നീട് ഛർദി അനുഭവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ അവർ കുഴഞ്ഞു വീണു. അല്പനേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വിശ്രമിച്ചു. അതിനുശേഷമാണ് അവർ ബന്ധുക്കൾക്കൊപ്പം, ഭർത്താവിനും മകനും അടക്കമുള്ള ബന്ധുക്കൾക്കൊപ്പം മടങ്ങുന്നതിനിടെ വീണ്ടും ഛർദി രൂക്ഷമായതിനെ തുടർന്നാണ് അവരെ കോഴിക്കോട് ചെസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരെ നിരീക്ഷണത്തിൽ കിടത്തിയിരിക്കുകയാണ്. അവിടെ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകി വരുന്നുണ്ട്. വലിയൊരു ശാരീരിക അവശത അവർ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരുടെ ആരോഗ്യനില ഇപ്പോൾ അവശനിലയിലാണ് തുടരുന്നത്. ഇനിയിപ്പോൾ നിരീക്ഷണത്തിന് ശേഷം അവര് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നൊരു പ്രത്യാശയിലാണ് നമ്മളും ഉള്ളത്. ഇനിയിപ്പോൾ നാളെ ഈ സമരത്തിന് പിന്തുണയുമായി അജിത അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ രംഗത്ത് വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. നാളെ എങ്ങനെയാണ് സമരപ്പന്തലിൽ ഹർഷിനയ്ക്ക് എത്താൻ പറ്റുമോ, ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ഹർഷിനയുള്ളത് കോഴിക്കോട് ചെസ്റ്റ് ആശുപത്രിയിലാണ് ഹർഷിനയുള്ളത്. ഭദ്ര. റിയാസ്, അതുപോലെ തന്നെ നമുക്കറിയാം, ആ ചെറിയ കുഞ്ഞിനെയും കൊണ്ടാണ് അവർ ഈ സമരപ്പന്തലിലും അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ റിയാസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചാനൽ ചർച്ചയ്ക്കൊക്കെ തന്നെ വന്നത്. എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി? അതിന് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് റിയാസ് ആ കുഞ്ഞിനെ കുറിച്ച് പറയാനുള്ളത്? 5 വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് ഫരീഖ് എന്ന് പറയുന്നത്. ഫരീഖ് ഉമ്മയുടെ ആ ഒരു സമരത്തിന് ഒപ്പം തന്നെ എപ്പോഴും നമ്മൾ നിഷ്കളങ്കമായ മനസ്സോടുകൂടി കളിക്കുന്ന ആ കുഞ്ഞിനെ കാണാറുള്ളതാണ്. ആ കുഞ്ഞുമായാണ് ഹർഷിന, ഒപ്പം തന്നെ ഭർത്താവ് അഷ്റഫുമായാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ കുഞ്ഞും ഈ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെതായ ഒരു ആവശ്യകതകളെല്ലാം മറന്ന് ഉമ്മയുടെ ഒരു നീതിക്കായുള്ള ഒരു പോരാട്ടമാണ്, അമ്മയുടെ നീതിക്കായുള്ള ഒരു പോരാട്ടമാണ്. അതിനൊപ്പം നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. അവരും ഇപ്പോൾ ഹർഷിനയ്ക്കൊപ്പം ആശുപത്രിയിലുണ്ട്. എന്തായാലും ഹർഷിന പൂർണ്ണാരോഗ്യം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കട്ടെ എന്നൊരു പ്രത്യാശിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനാവുക. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഒരു റിപ്പോർട്ടിംഗ് അനുഭവത്തിലൊരു ഒരു അപൂർവമായ ഒരു സംഭവമാണ്. ഇത്തരമൊരു അനുഭവം ഇനി ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ, വേദനിപ്പിച്ച ഒരു അനുഭവമാണ് ഇന്ന് ഉണ്ടായത്. അത്രമാത്രം ശാരീരിക അവശതകൾ നേരിടുന്ന ഹർഷിനെയാണ് സമരരംഗത്ത് നീതി തേടി സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. സർക്കാർ ഈ ഒരു ഘട്ടത്തിലെങ്കിലും കണ്ണു തുറക്കാൻ തയ്യാറാകണം അധികൃതർ എന്നുള്ളതാണ് പറയാനുള്ളത്. അവർക്ക് ആരാണോ അവരുടെ ഇന്നത്തെ ഈ ശാരീരിക അവസ്ഥയ്ക്ക് കാരണക്കാരായ ഡോക്ടർമാരായാലും ആരോഗ്യ പ്രവർത്തകരായാലും അവർക്ക് എതിരെ കർശനമായ നടപടി ഉണ്ടാകണം. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം ഇത് കാരണം
ഉള്ള അനുബന്ധ ചികിത്സയ്ക്ക് മറ്റുമായി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള തുക, സാമ്പത്തികമായ നഷ്ടം, അത് നികത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. എന്തായാലും ഇന്നത്തെ KV ഡിബേറ്റിന്റെ ചർച്ചയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരും തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കണക്കാക്കാതെ ഒരു മാനുഷിക വിഷയമായി പരിഗണിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും. അതിനകത്ത് UDF-ന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, LDF-ന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ PC ജോർജ് ജനപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. എല്ലാവരും രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം ഒരു മാനുഷിക പരിഗണനയോടുകൂടിയാണ് ഇന്നത്തെ KV ഡിബേറ്റിന്റെ ചർച്ചയിൽ പങ്കെടുത്തത്, അവർ സംസാരിച്ചത്. എന്തായാലും കേരളീയ മനസ്സാക്ഷി ഒറ്റക്കെട്ടായി ഹർഷിനയുടെ നീതിക്കായി ഇടപെടട്ടെ, ആരോഗ്യമന്ത്രിയും ആ ഒരു നീതി കാണിക്കാനുള്ള മനസ്സ് കാണിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. ഭദ്ര. തീർച്ചയായും റിയാസ്, എന്തായാലും റിയാസ് ഹർഷീനയുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. റിയാസ്, വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടരും എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ഹർഷീനയുടെ ഭാഗത്തു നിന്ന്. എന്തായാലും അധികൃതർ ഈ ഒരു അമ്മയുടെ നിയമ പോരാട്ടം കണ്ണ് തുറക്കുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള വിഷൻ ഉള്ളത്. എന്തായാലും ഈ ഹർഷീനയ്ക്ക് കൈത്താങ്ങായി കേരള വിഷൻ ന്യൂസും ഒപ്പമുണ്ട് എന്നൊരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതേസമയം എല്ലാവിധ നിയമപരവും സാമ്പത്തികപരവുമായിട്ടുള്ള സഹായം ചെയ്യുമെന്നാണ് PC ജോർജ് പറഞ്ഞത്. വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വസന്തും പറയുകയുണ്ടായി. അതേസമയം മന്ത്രിസഭയിൽ വിഷയം ഉന്നയിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ആയൂർ ബിജുവും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരള വിഷന്റെ ചർച്ചയിലാണ് നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. എന്തായാലും നേതാക്കളുടെ ആ ഒരു പ്രതികരണം നമുക്ക് ഒന്നുകൂടി കേൾക്കാം.